friends. Welcome back. My Adukkala. ഇന്നത്തെ റെസിപ്പി ബാവ് ബണ്ണാണ്. ബാവ് ബണ്ണ് ഉണ്ടാക്കാനായി 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റാണ് ഉള്ളതെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് പൊങ്ങാനായി മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പിസ്സ ഡോ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ മാവ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇത് അടച്ച് വെച്ച് 2 മണിക്കൂർ പൊങ്ങാനായി മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാനായി 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടായാൽ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാ സൈഡും ഫ്രൈ ആക്കി എടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനാണ് ഇത്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് മയോണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി കട്ട് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ച കുറച്ച് കാബേജും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പ്രൗൺസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിൻ്റെ ബണ്ണുണ്ടാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊരു കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിന്ന് ഓരോ ബോൾസാക്കി എടുത്ത് കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കണം. 1/2 ഇഞ്ച് കനത്തിൽ പരത്തണം. ഇനി ഇതുപോലൊരു ബോട്ടിലിൻ്റെ അടപ്പെടുത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ബട്ടർ പേപ്പറിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലായി ഓയിൽ ബ്രഷ് ചെയ്യണം. അതിൻ്റെ വീഡിയോ മിസ്സായതാണ്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഓവറായിട്ട് പരത്തണ്ട. ബട്ടർ പേപ്പർ ഇല്ലാതെയും ചെയ്തെടുക്കാം, നിർബന്ധമില്ല. ഓയിൽ ബ്രഷ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ച് ചൂടായാൽ അതിലേക്ക് ഓരോ ബണ്ണായി വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ പരത്തിയതിന് ശേഷം 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. അതിനുശേഷം സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. 10-12 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡിയാവും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഓരോ ബണ്ണെടുത്ത് ഇതുപോലെ ഫില്ല് ചെയ്യാം. ഇതിൻ്റെ ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ഫില്ലിങ് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും ഈസിയാണ്. ഇതുപോലെ എല്ലാ ബണ്ണും ഫില്ല് ചെയ്തെടുക്കാം. എല്ലാ ബണ്ണും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായി കുറച്ച് വെളുത്ത എള്ളും കാബേജ് കട്ട് ചെയ്തതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.